അവിടെ നിങ്ങോട്ട് വന്നാലുള്ള മർക്കത്ത് നിൽക്കുന്ന കുന്നമംഗലം മണ്ഡലം, ഈ 4 മണ്ഡലത്തിലും ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ വന്നിട്ട് കുടുംബ സമ്മേളനവും കുടുംബ മീറ്റിങ്ങും പൊതു മീറ്റിങ്ങും ദിവസങ്ങളോളം അവിടെ തന്നെ കൂടിയിട്ട് പ്രവർത്തിച്ചു. ഒറ്റൊന്നും ജയിച്ചില്ലല്ലോ. എന്നാൽ അതും പറഞ്ഞ് ഞങ്ങൾ നടക്കുക, ഞങ്ങൾ അതും പറഞ്ഞ് നടക്കുകയാണോ? ഞങ്ങളത് പറയാൻ നടക്കുന്നില്ല. ഞാനിപ്പോ ഇവരെ കളി കണ്ടുകൊണ്ടാണ് എന്റെ വീട്ടിന്റെ ഭാഗത്ത് അവിടെ ഒരു സമ്മേളനം, ഇപ്പത്തൊരു സമ്മേളനം, അത് കഴിഞ്ഞിട്ട് പിന്നെ മർക്കത്തിന്റെ അടുത്ത് 2 സമ്മേളനം. ഈ സമ്മേളനത്തിലൊക്കെ മണ്ണാർക്കാട് MLA പങ്കെടുത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ അഭിമാനത്തോടുകൂടി സംസാരിച്ച് ചീത്ത പറഞ്ഞിട്ട് വരികയാണ്. ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനുശേഷം എവിടെയെങ്കിലും ഒരു ശബ്ദം, ഒരക്ഷരം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഈ 4 മണ്ഡലം എന്റെ തൊട്ടടുത്ത്. ഞാൻ എല്ലാ ദിവസവും ഈ 4 മണ്ഡലത്തിൽ കൂടെ പോകണം, വരയിൽ പോകുന്നത്. അങ്ങനത്തെ ആ 4 മണ്ഡലത്തിൽ എത്ര ദിവസമാണ് അവിടെ വന്നിട്ട് കുടുംബ മീറ്റിംഗ് കൂടിയത്. എല്ലാ വീട്ടിലും പോയിട്ട് ഇരു പെണ്ണുങ്ങളൊക്കെ വിളിച്ചു കൂട്ടി, ആളുകൾ വിളിച്ചു കൂട്ടി കുടുംബ യോഗം നടത്തി. പിന്നെ അതിനുശേഷം പഞ്ചായത്ത് യോഗം നടത്തി, പിന്നെ മണ്ഡല യോഗം നടത്തി, ഇതെല്ലാം നടത്തി ഒരൊറ്റത്തിനും ജയിച്ചില്ല. അപ്പൊ അതങ്ങനെയാണ്. ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്. ഞങ്ങൾ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുമില്ല, ഞാനൊട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല. ഞാനൊരൊറ്റ വാക്ക് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, കൊലപാതകത്തിന് അനുകൂലമായി നിൽക്കുന്നവർ തോറ്റുപോകണം എന്ന്. ഞാൻ പറഞ്ഞത് അതാണ്. കൊലപാതകത്തിന് അനുകൂലമായി നിൽക്കുന്നവർ ജയിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ എത്തുന്നത്. പക്ഷേ പറഞ്ഞത് ചോളുന്നില്ല, അതല്ല ഞാൻ പറഞ്ഞത്. 4 എണ്ണവും തോറ്റുമില്ല അവിടെ. നമ്മളെ തങ്ങൾ പറഞ്ഞ് ജയിച്ചില്ലല്ലോ. അപ്പോ ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ പോലും കൊണ്ടു നടന്നിട്ട് ബുദ്ധിമുട്ടാക്കി അവരെ മോശമാക്കാൻ നിൽക്കുന്ന ആളുകൾ ഈ സുന്നത്ത് ജമാഅത്ത് ഇവിടെ എന്തെങ്കിലും ഒന്ന് വെക്കുമ്പോൾ അതിന് ചീത്ത പറയാൻ നടക്കണ്ട. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ശരീഅത്ത് നിയമം, അതിനെല്ലാവരും ഒന്നായി പ്രവർത്തിക്കണം. ശരീഅത്തിനെതിരായി വരുമ്പോ അവിടെ എല്ലാവരും ഒന്നിക്കണം. അത് പ്രകാരം പിന്നെ സെലഫിസം ഞങ്ങൾക്ക് വിട്ടുകൂടാന്ന് പറഞ്ഞാൽ പറ്റൂല. സെലഫിസത്തിനെ ഞങ്ങൾക്ക് വിട്ടുകൂടാന്നല്ലേ പ്രത്യേകം പറഞ്ഞത്. അത് ഞങ്ങൾ സമ്മതിക്കൂല. സെലഫിസത്തിന് വിട്ടേ പറ്റൂ. അടുത്ത ഭാവിയിൽ സെലഫിസത്തെ ഞങ്ങൾ കൈയൊഴിഞ്ഞിരിക്കുമോ എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സെലഫികൾ ഇവിടെ ഭീകരവാദങ്ങളും ഉറപ്പാണ്. അവരാണ് ഇവിടെ വളർത്തിയത്. ഭീകരവാദവും തീവ്രവാദവും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ വിലയിലുണ്ടാകുക, താനുള്ളവരെ വിലയിലാകുക. ആലിമീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും ശൈഖന്മാരും അവരുടെ മഹത്വവും അവരുടെ സ്ഥാനവും വെച്ചു കൊടുക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, അല്ലേ? അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് മഹാന്മാരായ ആളുകളുടെ സ്ഥാനം വകവെച്ചു കൊടുക്കുന്നവരാണ്.